ബെനീസ് വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാമേശ്വരത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഏഷ്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം, അതായത് പുതിയ പാമ്പൻ റെയിൽവേ പാലമാണ്. ഇപ്പോൾ നമ്മളെ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് ഈ പാമ്പൻ പാലം വന്നിരിക്കുന്നത്. ഇതിൽ വലതുവശത്തെ കാണുന്ന സ്ഥലത്താണ്. ഇതാണ് പാമ്പൻ പാലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തുരുമ്പെടുത്തത് അവിടുത്തെ പാമ്പൻ റെയിൽവേ പഴയ പാലവും അതിൻ്റെ അപ്പുറം കാണുന്നതാണ് പുതിയ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പുതിയ പാലവും. ഇത് നമ്മുടെ ഈ ലോറിയൊക്കെ പോകുന്ന പാമ്പൻ ഇത് നല്ല ഹൈറ്റിലാണ്. ഈ ലോറിയൊക്കെ കാറൊക്കെ പോകുന്ന പാലം നല്ല ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവഴി ഓൾറെഡി നമുക്ക് ഈ വലിയ ഈ ഫിഷിംഗ് ബോട്ടുകൾക്കൊക്കെ ചെറിയ കപ്പലുകൾക്കൊക്കെ ഇതിൻ്റെ അടിവഴി ക്രോസ് ചെയ്ത് പോകാം. പക്ഷേ ഈ റെയിൽവേ ലൈൻസ് വളരെ താഴെ ആയതുകൊണ്ട് അത് ഇങ്ങനെ പാലം പൊക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ കാണുന്നത്. പഴയ പാലം പൊക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ് കാണുന്നത്. ദക്ഷിണേന്ത്യൻ യാത്രാപ്രേമികളുടെ പ്രധാന ലക്ഷ്യമാണ് രാമേശ്വരം ധനുഷ്കോടി. ബ്രിട്ടീഷ് തിരിശേഷിപ്പുകളും പാമ്പൻ പാലവും പിന്നെ രാമേശ്വരവുമായി ചുറ്റിക്കിടക്കുന്ന ഐതിഹ്യങ്ങളുമാണ് പ്രധാന ആകർഷണം. യാത്രാസ്നേഹികൾക്ക് മാത്രമല്ല, സിനിമാക്കാരുടെയും ഇഷ്ട ലൊക്കേഷനുകളിലൊന്നാണ് ധനുഷ്കോടി. നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വൻകരയെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി. രാമേശ്വരം ധനുഷ്കോടി യാത്രയുടെ പ്രധാന ആകർഷണം പാമ്പൻ പാലമാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഇത് മലയാളികൾക്ക് അഭിമാനിക്കത്തക്ക പ്രസിദ്ധി നേടിയ നിർമ്മിതിയാണ്. മെട്രോമാനായ ഇ ശ്രീധരനാണ് നമ്മൾ നിൽക്കുന്ന ബസ്സിൽ ലോറിയൊക്കെ പോകുന്ന മെയിൻ പാലം, ഇന്നത്തെ നിലയിലുള്ള പാമ്പൻ പാലം സാക്ഷാത്കരിച്ചത്. 2009 നിർമ്മാണം പൂർത്തിയായ പാമ്പൻ പാലം ഇന്നും യാത്രക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്നു. ഈ പാലം റെയിൽവേ പാലത്തിനെ അപേക്ഷിച്ച് വളരെ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇതിനോട് ചേർന്നുള്ള തുരുമ്പെടുത്ത ലൈന് 1914 തുറന്ന 72 മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റുള്ള 2 കിലോമീറ്റർ നീളമുള്ള കടൽപ്പാലം ഇന്ത്യയിൽ തന്നെ സവിശേഷമാണ്. ഇത് 1964 ഡിസംബർ 24 രാത്രി ഒരു സൂപ്പർ ചുഴലിക്കൊടുങ്കാറ്റ് ഈ പ്രദേശത്ത് ആഞ്ഞടിക്കുകയും പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ വേലിയേറ്റത്തിൽ ഒലിച്ചു പോവുകയും ധനുഷ്കോടിയിലേക്കുള്ള യാത്രക്കാരെല്ലാം ഏകദേശം 115 യാത്രക്കാർ മരിക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റ് പാമ്പൻ പാലത്തിന്റെ നിരവധി ഗർഡറുകൾ ഒലിച്ചുപോയി. പക്ഷേ ഷെർസർ സ്പാൻ അതിജീവിച്ചു. ഇതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് വീണ്ടും യാത്രായോഗ്യമാക്കി. വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതിലൂടെയുള്ള റെയിൽ ഗതാഗതം 2022 ഡിസംബറിൽ നിർത്തിവെച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ധനുഷ്കോടിയിൽ അങ്ങോട്ട് രാമേശ്വരത്തേക്ക് നമുക്ക് ട്രെയിൻ പോകാനില്ല, ട്രെയിൻ യാത്രയില്ല. 2022 ഡിസംബറിൽ ധനുഷ്കോടിയിലേക്കുള്ള ട്രെയിൻ നിർത്തിവെച്ചു. ധനുഷ്കോടിയിലേക്കല്ല, രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ നിർത്തിവെച്ചു. ധനുഷ്കോടിയിലേക്കുള്ള ട്രെയിൻ അതിനു മുമ്പ് തന്നെ നിർത്തിവെച്ചു. അന്ന് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കാറ്റും ഇതൊക്കെ ഉണ്ടായപ്പോഴത്തേനും ധനുഷ്കോടി മുഴുവൻ നാമാവശേഷമായി. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം ധനുഷ്കോടിയിലേക്കില്ല, പക്ഷെ രാമേശ്വരം വരെ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 അതും ഡിസംബറിൽ അതും നിർത്തിവെച്ചു. ആയിരത്തി 1914 തുറന്ന പഴയ പാമ്പൻ റെയിൽ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2.07 കിലോമീറ്റർ, അതായത് 1.29 മൈൽ നീളത്തിലും 72 മീറ്റർ 236 അടി ലംബ ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു.
നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങേക്കരയാണ് നമ്മൾ വൻകരയിൽ നീങ്ങി വരുന്നത്. നമ്മുടെ പുറകിലാണ് പിന്നെ രാമേശ്വരം. നമ്മൾ വൻകരയിൽ നിന്ന് രാമേശ്വരത്ത് വരുമ്പോഴത്തേന് ഇടതുവശത്താണ് റെയിൽവേ ട്രാക്കുകൾ കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ പിന്നെ ഈ പാമ്പൻ പാലത്തിലെ നമ്മുടെ ഈ ശ്രീധരൻ ഉണ്ടാക്കിയ പിന്നെ ബസ്സും ലോറിയൊക്കെ പോകുന്ന ആ വലിയ പാമ്പൻ പാലത്തിലൂടെയാണ് നമ്മൾ പാലത്തിലേക്ക് കയറുകയാണ്. നമ്മുടെ വണ്ടി പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടതുവശത്ത് ആദ്യമേ കാണുന്നത് പഴയ റെയിൽ പാലവും അതിൻ്റെ അപ്പുറം കാണുന്ന ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉള്ളത് പുതിയ പാലവുമാണ്. പുതിയ പാലത്തിൻ്റെ തൂണുകൾക്ക് 2 ലൈൻസ് പാരലായിട്ട് വയ്ക്കാവുന്ന കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ലൈനേ അവിടെ ലേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആ തൂണിൻ്റെ പകുതി ഭാഗം ഫ്രീ ആയിട്ട് ഇപ്പം നിലനിൽക്കുകയാണ്. ഈ ഒരു റെയിൽ പാലത്തിൻ്റെ പ്രോജക്റ്റ് പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് അവിടെ എത്തിയപ്പോഴത്തേനും ഇതിൻ്റെ ഒരു ട്രയൽ റൺ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം റെഡിയായിട്ട് ഈ നാഷണൽ ചാനലുകളുടെയൊക്കെ വീഡിയോഗ്രാഫേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. പക്ഷേ അതിന് പിന്നെ ഉള്ള മെയിൻ ആൾ എത്തിയിട്ടില്ല. ഞങ്ങൾ ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ആൾ വരാത്തതുകൊണ്ട് അതിൻ്റെ പരിപാടികൾ പലതുണ്ട്. അപ്പം എല്ലാം നടക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് യാത്രയായി. നമ്മൾ പിന്നെ ഈ ട്രാവലറിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പം പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളങ്ങ് പോകുമ്പോഴത്തേനും രാമേശ്വരത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് റെയിൽവേ ട്രാക്കിലുള്ള പഴയ റെയിൽവേ ട്രാക്കാണ് നടുക്ക് കാണുന്നത്. പഴയ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്ത് മാറിയാണ് പുതിയ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ട്രാക്കാണ്. ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വെള്ളം പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലേക്കാണ് നല്ല ഒഴുക്കുണ്ട്. നമ്മളവിടെ കടലിൽ ഇടതുവശത്ത് പൊങ്ങി കാണുന്നതാണ് പാലം. നമ്മുടെ ഈ പാലത്തിൻ്റെ ഏതാണ്ട് 3/2 4/3 ഭാഗത്തായിട്ട് 3/4 ഭാഗത്താണ് ആ പാലം ഉള്ളത്. 2 കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ള. അതുകൊണ്ട് ഈ ഒരു പാലം നമ്മുടെ റെയിൽവേ ലിഫ്റ്റിംഗ് പാലം കഴിഞ്ഞിട്ട് ഒരു 1/2 കിലോമീറ്റർ കൂടെ പോയാൽ അപ്പുറത്തെ രാമേശ്വരത്തേക്ക് എത്താം. ഞങ്ങൾ പോകുന്ന വണ്ടിയിലെ കാഴ്ചകളാണ്, ട്രാവലറിലെ കാഴ്ചകളാണ്. ഞങ്ങളിവിടുത്തെ ഒരു ഞങ്ങളുടെ കർഷക സംഘത്തിലെ മെമ്പേഴ്സാണ്. 12 പേരാണ് ഈ ടൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ആദ്യമേ മധുര എത്തി, മീനാക്ഷി ക്ഷേത്രം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ പാമ്പൻ പാലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ പാമ്പൻ പാലം കണ്ട് രാമേശ്വരം പോയി അത് കഴിഞ്ഞിട്ട് ധനുഷ്കോടിയും കൂടെ കണ്ട് തിരികെ പോകണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ പാലത്തിലേക്ക് സമീപിച്ചിരിക്കുകയാണ്. ഈ പാലത്തിൽ നിർത്തിയാൽ ഫൈൻ ഉണ്ടെന്നാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നവർ പറഞ്ഞത്. പാലത്തിലും പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പം കുറച്ചുകൂടി ഒരു ലിബറലൈസ്ഡ് ആണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ചാനലുകാരും ഹയർ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ആൾക്കാരും പിന്നെ ഈ പാലത്തിൻ്റെ ട്രയൽ റൺ നടത്തുന്ന ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വഴിയിലൊക്കെ പല തട്ടുകളൊക്കെ ഇട്ട്, ചിലർ മേശയിട്ട് അതിൻ്റെ മുകളിൽ ക്യാമറ ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ചിലർ അതല്ല വലിയൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. നമ്മുടെ ട്രെയിൻ പോകുമ്പോഴത്തേനും പച്ചക്കൊടി വീശുന്ന പോലെ അവിടെ ഒരാളൊരു പച്ചക്കൊടിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് ആ പാലം തുടങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ് പാലത്തിൻ്റെ സ്ഥലം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ പോയി ഇറങ്ങിയിട്ടാണ് പുറകോട്ട് വന്ന് ഇവിടെ കൂടുതലായിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടത്. ഇവിടെ എല്ലാം ഈ ക്യാമറമാൻമാരും എല്ലാം ഉണ്ട്. ഇവിടെ സ്റ്റാൻഡൊക്കെ ഇട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഇതെടുക്കുന്നത് ഇത് തുടങ്ങുമ്പോഴേ ഉള്ളൂ. ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പഴയ പാലത്തിൻ്റെ ഇത് ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കെട്ടിടം പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓപ്പറേറ്റേഴ്സിനൊക്കെ താമസിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് മാറി അവിടെ പോയി ഇറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. നമ്മുടെ ഈ പാലത്തിൻ്റെ വലതുവശത്ത് നിറയെയും വലിയ ഈ പിന്നെ ഫിഷിംഗ് ബോട്ടുകളാണ്, ചെറിയ കപ്പലുകളാണ്. ഫിഷിങ്ങിന് പോകുന്ന ചെറിയ കപ്പലുകളാണ്. അവയെല്ലാം ഈ പോകുന്ന സമയമാകുമ്പോഴത്തേനും ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോയി ഇങ്ങോട്ടാണ് പിന്നെ മീൻ പിടിക്കാൻ പോകുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇത് അങ്ങനെ അങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ച് പോകുമ്പോഴും എല്ലാം ഇത് പൊക്കണം. ഞങ്ങളുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. അവിടെ ഇറങ്ങി അവർ വണ്ടിക്കാർ അപ്പുറത്തേക്ക് പോകണം. ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഞങ്ങൾ ആ പാലത്തിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. 1914 തുറന്ന പഴയ പാമ്പൻ റെയിൽ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2.07 കിലോമീറ്റർ, അതായത് 1.29 മൈൽ നീളത്തിലും 72 മീറ്റർ 336 അടി ലംബ ലിഫ്റ്റിംഗ് വിഭാഗത്തിലും ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റിംഗ് സീ ബ്രിഡ്ജായ ഇത് 2025 ഗതാഗതത്തിനായി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ പോയ ദിവസം, അതായത് ഫെബ്രുവരി 8 ഇതിൻ്റെ ട്രയൽ റണ്ണും കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് ഇതിപ്പോൾ ഇനി വേറെ ട്രയൽ റൺ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് നമ്മൾ അവിടെ പറഞ്ഞു കേട്ടത്. ഈ പുതിയ പാലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിൻ്റെ ഇലക്ട്രോ മെക്കാനിക്കൽ വേർട്ടിക്കൽ ലിഫ്റ്റിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ആ സെൻട്രൽ കാണുന്ന ഇങ്ങനെ വളഞ്ഞ ഇതുള്ള ഭാഗം 17 മീറ്റർ, സെൻട്രൽ സ്പാൻ 17 മീറ്റർ ഉയരത്തിലേക്ക് ടോട്ടൽ 22 മീറ്റർ എയർ ക്ലിയറൻസ് ഉയർത്താൻ കഴിയും. ആധുനിക റെയിൽവേ പാലത്തിൻ്റെ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് സമുദ്ര ഗതാഗതത്തിന് തടസ്സമില്ലാത്ത നാവിഗേഷൻ വാഗ്ദാനം ചെയ്യുന്നു. കപ്പലുകൾക്ക് താഴെക്കൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്ന ലിഫ്റ്റ് സംവിധാനം വെറും 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകും. നമുക്ക് ഈ പുതിയ ഉണ്ടാക്കിയിരിക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം നമുക്ക് 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് അത് പൊക്കാൻ പറ്റും. പഴയ പാലത്തിൻ്റെ മന്ദഗതിയിലുള്ളതും കൂടുതൽ അധ്വാനം ആവശ്യമുള്ളതുമായ കാൻറ്റിലീവർ സംവിധാനത്തേക്കാൾ പുരോഗതിയാണിത്. പഴയ പാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റെയിൽവേ ക്രോസിംഗ് ഒക്കെ, റെയിൽവേയുടെ അവിടെ ക്രോസിങ്ങിനൊക്കെ നമ്മൾ ട്രെയിൻ വരുമ്പോഴത്തേനും പിടിച്ചിടുന്ന ആ ഒരു കോല് പോലത്തെ ഒരു സാധനം, അതിൻ്റെ ഒരു സൈഡിൽ വെയിറ്റ് കെട്ടിയിരിക്കുകയാണ്. അതിപ്പോൾ അത് ട്രെയിൻ പോയി കഴിയുമ്പോഴത്തേനും ആ വെയിറ്റുള്ള ഭാഗം താത്തി അങ്ങ് തുറന്നു കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ രണ്ട് സൈഡിൻ്റെയും താഴോട്ട് താന്നിട്ട്, ഒരു സൈഡ് താന്നിട്ട് നടുഭാഗം പൊങ്ങി നിൽക്കുന്ന പോലെയുള്ള അതാണ് പഴയ പാലം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വെർട്ടിക്കൽ പാലം എന്നുള്ള എന്ന് വെച്ചാൽ അതിൻ്റെ ആ പാലത്തിൻ്റെ സ്ട്രെച്ച് മാത്രം നേരെ നമുക്ക് മുകളിലോട്ട് ഒറ്റയടിക്ക് പൊക്കാം. അതാണ് പുതിയ പാലത്തിൻ്റെ സവിശേഷത. അത് വെറും 5 മിനിറ്റ് 5 സെക്കൻഡ് കൊണ്ട് പാലം പൊക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷത. രാമേശ്വരം ദ്വീപിനെയും പ്രധാന ഭൂപ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. പാമ്പൻ പാലം എന്ന് ഇത് അറിയപ്പെടുന്നു. പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാമ്പൻ റെയിൽവേ പാലം. മാക്രോ ലെവലിലേക്ക് നോക്കുമ്പോൾ ഇത് ബംഗാൾ ഉൾക്കടലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഇത് പാക് കടലിടുക്കിലാണ്, ദാറ്റ് മീൻസ് പാമ്പൻ ചാനലിൽ നിർമ്മിച്ചിരിക്കുന്നത്. വേർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ പഴയ മാനുവൽ ഷോസൺ ലിഫ്റ്റ് സ്പാനിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പാലത്തിന് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനുണ്ട്. മെച്ചപ്പെട്ട എയർ ക്ലിയറൻസ്, കപ്പലുകൾക്ക് 19 മീറ്ററിനെ അപേക്ഷിച്ച് സുരക്ഷിതമായി 22 മീറ്റർ എയർ ക്ലിയറൻസ് ഉണ്ട്. ഇരട്ട ട്രാക്കുകളും വൈദ്യുതീകരണവും അതിവേഗ ട്രെയിനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ആധുനിക റെയിൽവേ സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നു. ആധുനിക എഞ്ചിനീയറിംഗിന്റെ സാക്ഷ്യപത്രമായ പുതുതായി നിർമ്മിച്ച പാലം ഇന്ത്യയിലെ മണ്ഡപത്തെ പാമ്പൻ ദ്വീപിലേക്കും രാമേശ്വരത്തേക്കും ബന്ധിപ്പിക്കും. റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് RVNL ആണ് ഈ ഐതിഹാസിക പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതായാലും RVNLന്റെ ഷെയർ ഹോൾഡേഴ്സിന്, നിങ്ങളിൽ ആർക്കെങ്കിലും RVNLന്റെ ഷെയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അഭിമാനിക്കാൻ ഇട നൽകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഏഷ്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ എയർ ലിഫ്റ്റിംഗ് പാലം RVNL തമിഴ്നാട്ടിലെ രാമേശ്വരം സ്ഥലത്താണ്. പാമ്പൻ മണ്ഡപം എന്ന് പറഞ്ഞ കരയെയും പാമ്പൻ എന്ന് പറയുന്ന രാമേശ്വരവും പാമ്പൻ എന്നുള്ള ആ സ്ഥലത്തെ ആ കരയെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ പാലമാണ് അവരാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് RVNL. ഹയർ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ ഈ ഇതൊക്കെയാണ് പിന്നെ ഇത് കാണിക്കാനുള്ള ഒരാളെ പച്ചക്കൊടിയൊക്കെ ആയിട്ട് അതിന് മുകളിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ ആൾക്കാരൊക്കെ ക്യാമറമാന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ചിലരൊക്കെ പിന്നെ മേശയുടെ പൊക്കത്തിലൊക്കെ കയറി കറക്റ്റായിട്ട് ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി നിൽപ്പുണ്ട്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെയാണ് ഈ കപ്പലുകളൊക്കെ വന്ന് നങ്കൂരമിട്ട് കിടക്കുന്നത്. അവിടെ ആ ഹാർബർ ഇവിടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആണ് വന്ന് ഇതെല്ലാം മീൻ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഹാർബറിൽ മീനൊക്കെ ഇറക്കി അങ്ങനെ അവിടെ ഇങ്ങനെ ഇവിടെ നങ്കൂരമിട്ട് കിടക്കുവാണ്. പൊതുവെ ഇവിടെ വെള്ളത്തിൻ്റെ ഇതിൻ്റെ അപ്പുറേ ചെറിയ ദ്വീപ് പോലെയുള്ളതുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഈ സമുദ്രത്തിൻ്റെ ആ ഒരു തിരകൾ വളരെ കുറവാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് അവിടെ അത് കൊണ്ട് ഇത് ബോട്ടുകൾ അടുപ്പിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റുന്നത്. ഈ സൈഡിൽ നിന്നാണ് കൂടുതൽ തിരകൾ അങ്ങേ സൈഡിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെയും ആ ഒരു കര കാണുന്നതിൻ്റെ സൈഡുകളിലും കുറച്ച് വള്ളങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതിൻ്റെ ട്രയൽ റൺ നടക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. നാഷണൽ ചാനൽസിൻ്റെ ക്യാമറമാന്മാർ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ നോക്കി. പക്ഷേ വളരെ താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് രാമേശ്വരവും ധനുഷ്കോടിയോ ഒക്കെ കവർ ചെയ്യേണ്ടതാണ്. ഈ ഒരൊറ്റ ഡേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇതെല്ലാം കുറേ നമ്മൾ വെയിറ്റ് ചെയ്തു. അവിടെ ആ പുതിയ പാലത്തിന് നടുക്ക് പിന്നെ പച്ചയും ചുവപ്പും ലൈറ്റുകളുണ്ട്. അപ്പം പാലം താന്നിരിക്കുവാണെങ്കിൽ റെഡായിരിക്കും, പൊങ്ങിയിരിക്കുമ്പം പച്ചയായിരിക്കും. അപ്പോൾ അത് അങ്ങോട്ട് കപ്പലുകൾക്ക് അങ്ങോട്ട് പോകാനും വരാനൊക്കെയുള്ള ലൈറ്റിംഗ് സംവിധാനം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത് വെറും 5 സെക്കൻഡ് കൊണ്ട് മുകളിലേക്ക് പൊക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജായിട്ട്, പുതിയ പാലത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജായിട്ട് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, നമുക്ക് ആ ഒരു പാലത്തിൽ ഇപ്പോൾ ഒരു ലൈൻ ഗർഡറുകൾ വെച്ച് ഒരു റെയിൽ പാളയാണ് ഇപ്പം പണി കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇപ്പം ആ തൂണിൻ്റെ പകുതി ഭാഗം ഇപ്പം കാലിയായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇത് പാരലായിട്ട് 2 പറ്റുന്ന രീതിയിലുള്ള തൂണുകളാണ് അവരവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ലൈനിൻ്റെ പണി തീർത്ത് അത് ഇനാഗുറേറ്റ് ചെയ്തിട്ട് അടുത്തതും കൂടെ ഇടാൻ ആ പ്ലാനും തോന്നുന്നു. അപ്പോൾ ഏതായാലും ഒരെണ്ണം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാലവും ഈ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലവും ക്ലിയറായി. അപ്പോൾ അത് ഇന്നത്തെ ഫസ്റ്റ് ട്രയൽ റൺ എടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രയൽ റൺ എടുത്ത് കഴിഞ്ഞിട്ട് പൊക്കി കഴിഞ്ഞിട്ട് വീണ്ടും താത്തിയിട്ട് ഇതിലൂടെ ട്രെയിനിൻ്റെ എൻജിൻ ഓടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി വേറെ ട്രയൽ റൺ എടുക്കുന്നുണ്ടോ എന്നറിയില്ല. ഇത് എടുക്കുമായിരിക്കണം, എന്നാലേ ഉള്ളല്ലോ. ഇനി പ്രൈം മിനിസ്റ്ററിൻ്റെ സമയം കൂടെ അറിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററോട് വന്നു കഴിയുമ്പോഴത്തേനുമാണ് പ്രൈം മിനിസ്റ്ററാണിത് പിന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളവിടുന്ന് പതിയെ വണ്ടി പാലത്തിലിടാൻ പറ്റത്തില്ല. വണ്ടി പാലത്തിലിട്ടാൽ ഭയങ്കര ഫൈൻ അടിക്കും. അപ്പോൾ വണ്ടി നമ്മൾ കുറച്ചുകൂടി പാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് കയറി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഇടാനൊക്കത്തുള്ളൂ. നമ്മളിവിടുന്ന് പതിയെ ഈ പാലത്തിലൂടെ നമ്മൾ നടത്തി 1/2 കിലോമീറ്റർ മിച്ചം നമുക്ക് നടക്കണം. എന്നാലേ 1/2 കിലോമീറ്റർ അല്ല, 1/2 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അത് ഈ ക്യാമറമാന്മാരും അതിൻ്റെ ഈ പാലത്തിൻ്റെ ആ ഒരു പിന്നെ ഇതിൻ്റെ ട്രയൽ റൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളാണ് അവിടെ ഇട്ടേക്കുന്നത്. നമ്മുടെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പാത ഇങ്ങോട്ട് കയറുന്നത്. പഴയ പാത കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, അതില്ല. അപ്പോൾ നമ്മുടെ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.